നമസ്കാരം. 500 രൂപയോ അതിൻ്റെ ഗുണിതങ്ങളോ ആയിട്ട് നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രതിവർഷം 35% അടുത്തോളം റിട്ടേൺ കൊടുക്കുന്ന ഒരു 2 പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഇതുപോലുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ, ലോണുകൾ, ജോലികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓരോ മണിക്കൂർ ഇടവിട്ടും ഫ്രീ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് അവരോടും ജോയിൻ ചെയ്യാൻ പറയുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ മാത്രമേ നമ്മൾക്ക് നല്ലൊരു ഗ്രോത്ത് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാത്ത ഒരു മെത്തേഡ് നമുക്ക് കാണുന്നില്ല. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും, പക്ഷേ വെരി റിസ്ക്കിയാണ്. നമുക്ക് നന്നായിട്ട് പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ സ്റ്റോക്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ താരതമ്യ റിസ്ക് കുറവാണ്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതിയാണ് മ്യൂച്വൽ ഫണ്ടിലും അവലംബിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ പ്രത്യേക ഫണ്ട് മാനേജേഴ്സ് ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനിയാണ് നേരിട്ട് സ്റ്റോക്കിൽ നിക്ഷേപം നടത്തുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ കൊടുക്കുന്ന തുക അവർ നിക്ഷേപിക്കും. കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ആ കമ്പനി ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു പെർസെൻറ്റേജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് തരും. അങ്ങനെയാണ് നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ടാണ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ആ യൂണിറ്റിന്റെ വളർച്ചയാണ് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് വലിയൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കേവലം 100 നിക്ഷേപിച്ചാൽ പോലും കോടികളാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ 500 നിക്ഷേപിച്ചാൽ അതിനനുസരിച്ച് ഒരുപാട് കോടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ 2 ഫണ്ടുകൾ ഒന്ന് പരിചയപ്പെടുത്താം. ഈ 2 ഫണ്ടുകളും 500 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫണ്ടാണ്. ഫണ്ട് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ കാണും മോട്ടിലാൽ ഓസ്വാളിന്റെ മിഡ് ക്യാപ്പ് ഫണ്ടാണ്. ഒന്ന് ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ടാണ്, ഒന്ന് ഡയറക്റ്റ് പേ ഔട്ട് ഫണ്ടാണ്, IDCW ഫണ്ടാണ്. സോ ഈ ഒരു ഫണ്ട് രണ്ടും 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടാണ്. 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടാണ്. ഈ ഫണ്ടിന് കിട്ടിയ പെർസെൻറ്റേജ് കാണാം 37-36%. അതായത് 35% റിട്ടേൺ ആണ് ഈ ഫണ്ട് ലാസ്റ്റ് 3 ഇയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 500 ആണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ്. സോ ഫണ്ടിന്റെ ഉൾത്തലങ്ങളിലേക്ക് പോകാം. നമ്മൾ ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് 3 ഇയറിലെ അതിന്റെ ഒരു റിട്ടേൺ, അതിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടാണ്. ബൈ ലംസമായിട്ട് നിങ്ങൾക്ക് വലിയൊരു തുക, എത്ര എമൗണ്ട് വേണം നിങ്ങൾക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. 1 രൂപ അതിന്റെ മൾട്ടിപ്ലിക് ആയിട്ട് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 500 രൂപ മിനിമം ചെയ്യണം. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്ര വലിയ തുക വേണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് അടിച്ചിട്ട് പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. ഇപ്പോഴത്തെ NAV 97 രൂപയാണ്. ഇനി ഡയറക്റ്റ് SIP ആയിട്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ നേരിട്ടുള്ള നിക്ഷേപമാണ്. ഇതിനിടയിൽ ഏജൻസി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരിട്ടുള്ള നിക്ഷേപം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിനിമം 500 രൂപ വേണം. അപ്പോൾ 500 രൂപ ഇവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും 500 രൂപ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ചെയ്യാം, ഡെയിലി ചെയ്യാം, വീക്ക്ലി ചെയ്യാം. സോ മന്ത്ലി ക്ലിക്ക് ചെയ്യാം. മന്ത്ലി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റ്, സ്പെസിഫൈഡ് ഡേറ്റ് സെലക്ട് ചെയ്യാം. ഒരു 10-ാം തീയതി അടിക്കാം. ദെൻ പേ നൗ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസം 10-ാം തീയതി നിങ്ങൾ 500 രൂപ വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. നല്ല രീതിയിലുള്ള റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഈ പറഞ്ഞ മോത്തിലാൽ ഓസ്വാളിന്റെ മിഡ് ക്യാപ്പ് ഫണ്ട്. 500 വെച്ച് നിക്ഷേപിക്കാം, 5000 വെച്ച് നിക്ഷേപിക്കാം, 50,000 വെച്ച് നിക്ഷേപിക്കാം. ഒരു വ്യക്തി 1 ലക്ഷം രൂപ പെർ മന്ത് വെച്ചിട്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് 1 ഇയർ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്ന തുക കാണാൻ പറ്റും. ഏകദേശം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് 12 ലക്ഷമാവും. അദ്ദേഹത്തിന് കിട്ടുന്ന തുക 16,38,201 രൂപയാണ്. 12 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ആ വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ, അതായത് 1 ലക്ഷം വെച്ചിട്ട് ആ മാസം നിക്ഷേപിക്കുന്നത്, ഒരു വർഷം അപ്ഡേറ്റ് കഴിയാറാകുമ്പോൾ അദ്ദേഹത്തിന് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 12 ലക്ഷമാവും. ആ ഒരു വർഷം കഴിയുമ്പോഴേക്കും അയാളുടെ ടോട്ടൽ വാലറ്റിലെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 16,38,000, 4,68,000 രൂപ അധികം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും. സോ അത്രയും വലിയൊരു തുകയായിട്ട് മാറും ഈ റിട്ടേണിന്റെ ബേസ് ചെയ്തിട്ട്, പാസ്റ്റ് പെർഫോമൻസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് ഓഹരികളുടെ നിക്ഷേപങ്ങളൊക്കെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. പക്ഷേ താരതമ്യേന നോക്കുന്ന സമയത്ത് സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആരെയും അങ്ങനെ വലിയ രീതിയിൽ ചതിച്ചതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാ മ്യൂച്വൽ ഫണ്ടും കുറച്ച് റിട്ടേൺ കുറവാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. 15, 20, 25% കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹെവി റിട്ടേൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. പല ഫണ്ടുകളും ഇരട്ടിയാക്കിയിട്ട്, ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിയാക്കിയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല മ്യൂച്വൽ ഫണ്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ആപ്പിലൂടെയോ വെബിലൂടെയോ ഇതുപോലെ നിങ്ങൾക്ക് നിക്ഷേപിക്കാനും സാധിക്കുന്നതാണ്. ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റിസ്ക് ഫാക്ടർ, അവർ ഏതൊക്കെ കമ്പനികളിലാണ് ഇപ്പം നിക്ഷേപിച്ചിട്ടുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ, അവിടെ നിക്ഷേപിച്ച ഷെയർസ്, എത്ര ഷെയറിലാണ് അവർ നിക്ഷേപിച്ചിട്ടുള്ളത്, എത്ര എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഫണ്ട് ആരാണ് ഫണ്ട് മാനേജേഴ്സ്, ഏത് ബെഞ്ച് മാർക്ക് ബേസ് ചെയ്തിട്ടാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കണം. കൂടുതലായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.